അപ്പോൾ ഗൈസ് ഒരു സാധനം നമുക്ക് അൺബോക്സ് ചെയ്താലോ. ഇതാണ് ഗൈസ് ടൊയോട്ട ലാൻഡ് ക്രൂസർ 1:12 സ്കെയിലുള്ള ഒരു അടിപൊളി ക്രോളർ. അപ്പോൾ അതെ ആദ്യമായിട്ടാണ് ഞാൻ ബ്ലോഗ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് തെറ്റുകളൊക്കെ വന്നേക്കാം, നിങ്ങളത് ക്ഷമിക്കുക. അപ്പോൾ ഇതല്ല നമ്മുടെ വണ്ടി. ആക്ച്വലി ഇതാണ് ഗൈസ്. ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും, അത് ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് കാണാം. അതുപോലെ നല്ല അടിപൊളി പാക്കിംഗ് ആണ്, നല്ല രസമാണ് കാണാൻ. ഉണ്ടോ ബോക്സിൻ്റെ പുറത്തുള്ള ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ വണ്ടി. ഇതെല്ലാം എടുത്ത് എല്ലാം കൂടെ താഴ്ത്തി വണ്ടി മാത്രമായിട്ട് കാണിക്കാം. ഇതാണ് ഗൈസ് ഒരു ടോ ട്രക്ക്. അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് കണ്ടോ. ഇതിൽ മെയിനായിട്ടുള്ള സാധനം ഇതിലുള്ള ഫിനിഷിംഗ് ആണ് കണ്ടോ. യജാതി പെർഫെക്ഷൻ നോക്ക്. ഇത് വരുന്നതാണ്ട ഒരു ഒറിജിനാലിറ്റി വണ്ടി വരുന്നത് അതേപോലെ ഒരു നമ്മുടെ ഈ പിക്കപ്പ് വരുന്നത് അതേ ഒരു മോഡലിൽ നല്ല രസമാണ്. ഇങ്ങനെ കുണുങ്ങി വരുന്ന കാണാൻ വേണ്ടോ ആണ്. ഇതിൽ പുറകിലുള്ള ഒരു ടോയിങ് ട്രക്കായിട്ടാണ്. ഇതിൻ്റെ പല മോഡലും ഉണ്ട്. ഇതിൻ്റെ പല മോഡലുണ്ട്. MN82 അങ്ങനെ MN82 Pro, MN82S, പിന്നെ അങ്ങനെ പല മോഡൽ. പിന്നെ നമ്മുടെ ഈ മോഡൽ MN82T അതാണ് കേസ്. അതായത് ടോ ട്രക്ക് ഇതാണ് കേസ് ഐറ്റം. നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചേക്കാം, അല്ല കാറ്റ് ഒന്ന് പുറത്തേക്കും. കേസ് ഇതാണ് യൂസർ മാനുവൽ. ഇതിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. ഇതിൽ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഫിറ്റ് ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് സ്റ്റിക്കർ, ഈ സ്റ്റിക്കറൊക്കെ നമ്മൾ ഒട്ടിക്കണം. അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ ഈ ഗ്ലാസ് മിറർ എല്ലാ കാര്യങ്ങളും, പിന്നെ ചെറിയ സ്റ്റിക്കർ, പിന്നെ അങ്ങനെ ഈ ഹുക്കൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യണം ചെറുതായിട്ടൊക്കെ. ഒന്നും നമുക്കിഷ്ടമുള്ള ഒട്ടിച്ചാൽ മതി. അതിനകത്ത് കുറേ സ്റ്റിക്കർ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഏതാണ് ഇഷ്ടമെന്ന് ഒട്ടിച്ചാൽ മതി. ഇതെല്ലാം ഉണ്ടോ അടിപൊളി ലുക്കിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതുപോലെ ടയർ കണ്ടോ, ടയറൊക്കെ അത്യാവശ്യം സ്റ്റോക്ക് ടയർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല സോഫ്റ്റ് കണ്ടോ, അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകാം. പിന്നെ അതുപോലെ തന്നെ അടി വരുന്നത് മെറ്റലൊന്നുമല്ല കേട്ടോ, സാധാരണ പ്ലാസ്റ്റിക്കാണ്, എന്നാലും ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക് കേട്ടോ. നമുക്ക് ഈ വണ്ടി എങ്ങനെയാണ് റിമോട്ടുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് കണ്ടാലോ. അപ്പോൾ നമ്മൾ ആദ്യമേ വണ്ടിയുടെ അടിയിലുള്ള സ്വിച്ച് ഓൺ ആക്കുക. അന്നേരം ബ്ലിങ്കിങ് ലൈറ്റ് കത്തും. അതിനുശേഷം റിമോട്ടിലെ ഈ ഓൺ ഓഫ് സ്വിച്ച് അമർത്തി കണ്ടോ, വണ്ടിയായിട്ട് കണക്റ്റായി. ഇനി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കണ്ടോ സ്പീഡ്, ഇതാണ് ഏറ്റവും കൂടിയ സ്പീഡ് കണ്ടോ. ഈ സ്പീഡ് കണ്ടല്ലോ, ഞാൻ സ്പീഡ് കുറയ്ക്കാൻ പോവാം കണ്ടോ. ഈ സ്പീഡ് കൂട്ടുക. സ്പീഡ് കുറച്ചിട്ട് ഓടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത്യാവശ്യം നല്ല ബാക്കപ്പ് ടൈം കിട്ടും. പിന്നെ ഒരു 30 അരമണിക്കൂറൊക്കെ കിട്ടും നമുക്ക് ഇത് ഓടിക്കാൻ. പിന്നെ ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്, അതുപോലെ ഇൻഡിക്കേറ്റർ ലൈറ്റ് വരുന്നുണ്ട്. അത് നല്ല രസമാണ് കേട്ടോ. വണ്ടി മൂവ് ചെയ്യുമ്പോൾ നല്ല രസമാണ് കാണാൻ കണ്ടോ. അപ്പോൾ നമുക്കിത് ഓടിച്ച് നോക്കാം. അപ്പോൾ ഗൈസ് ഇതോട്ടെ നമ്മുടെ വണ്ടി. എന്താ ലുക്ക്. ഓ ആ ഇൻഡിക്കേറ്ററൊക്കെ തിരിഞ്ഞിങ്ങനെ പയ്യ അനങ്ങി തന്നെ കാണാൻ എന്ത് രസം. ഓ പക്കാ ഫിനിഷിങ്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് സ്പീഡ് ഇതാട്ടോ കണ്ടോ, കാണിച്ചു കണ്ടോ. ഫസ്റ്റ് സ്പീഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെ മതി നമുക്ക് ക്രോളിങ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ റോട്ടിലൊക്കെ ഇട്ട് 2 കറക്കൊക്കെ കറക്കണമെങ്കിൽ. പിന്നെ ഗൈസ് ഇത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതായത് ഇതിലുള്ള സാധനങ്ങൾ എല്ലാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് മെറ്റലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ എല്ലാത്തിനും നല്ല കട്ടിയൊക്കെ കിട്ടും. നല്ല ഓഫ് റോഡിങ്, നല്ല സസ്പെൻഷനൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഹൈ സ്പീഡ് ഇട്ടേക്കാണ്. ഹൈ സ്പീഡ് ഇട്ടില്ല, മറന്നു പോയി ഗൈസ്. ഞാൻ ഹൈ സ്പീഡ് ഇട്ടു കണ്ടോ എൻ്റെ ഹൈ സ്പീഡ് ഒക്കെയൊക്കെ പൊളിക്കും കണ്ടോ. ഹൈ സ്പീഡിൽ അത്യാവശ്യം നല്ല വണ്ടി ഓഫ് റോഡ് ചെയ്യുന്ന സ്ഥലം കിട്ടും. അത്യാവശ്യം നല്ല കല്ലുകളൊക്കെ ഉള്ള സ്ഥലം. നമുക്ക് ഇവിടെ ഇട്ട് പിന്നെ തിരിച്ചു നോക്കാം.
നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇതുണ്ടല്ലോ അത്യാവശ്യം നല്ലൊരു കയറ്റമാണ് കേട്ടോ. ഇതൊരു സ്ലാവിൻ്റെ കയറ്റമാണ്. അപ്പം കയറ്റി വെക്കാം.